ഞാൻ ശ്രീ എൻ ശ്രീകുമാറിലേക്കാണ് വരുന്നത്. താങ്കൾ ഇത് രണ്ടും ഇപ്പോൾ ശിവപ്രസാദ് സംസാരിച്ചതും അതുപോലെ പ്രിയ സംസാരിച്ചതും കേട്ടിട്ടുണ്ടല്ലോ. അതിൽ നേരത്തെ ശിവപ്രസാദ് പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാലക്കാട്ടെ സംഭവത്തിൽ പ്രതികരിച്ച രീതിയെക്കുറിച്ച് താങ്കളുടെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതായത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തി BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവർ എങ്ങനെ അതിനോട് പ്രതികരിക്കണം, എങ്ങനെ ഉത്തരവാദിത്വത്തോടെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കും വിധം ആ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ മറ്റു രണ്ടുപേരും പെരുമാറിയത്, പ്രതികരിച്ചത് എന്നൊന്ന് നോക്കാം. എന്നിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. എന്ന് പറയുന്നത് കണ്ണാടി പഞ്ചായത്തിലെ ഒരു വീട്ടിലേക്ക് എത്തുന്നു. ശോഭാ സുരേന്ദ്രനൊപ്പം അതിനുശേഷം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവതി, വെള്ള വസ്ത്രം ധരിച്ചൊരു യുവതി പണം നൽകുന്ന എന്ന രീതിക്കാണ്. അമ്മ ആദ്യം പറയുന്നു പണം നൽകിയെന്ന്, പിന്നീട് അവർ മാറ്റി പറയുന്നു പെൻഷനാണെന്ന രീതിക്ക്. ഞാൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾക്ക് വിധേയനായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പലതിലും പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് നന്ദി. ഏകദേശം ആ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ മുഴുവനും പുറമേയുള്ള ജില്ലക്കാരും പുറമേയുള്ള സംസ്ഥാനക്കാരുമാണെന്നാണ് നമ്മൾ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇങ്ങനെയൊരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ അത് ഉത്തരേന്ത്യൻ മോഡൽ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതികരണം തീർച്ചയായും പാലക്കാടൻ ജനത കൊടുക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ശ്രീകുമാർ, പാലക്കാട്ടെ രണ്ട് സ്ഥാനാർത്ഥികൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. നേരത്തെ ശിവപ്രസാദ് അത് ഒരു വിഷയമായി തന്നെ അവതരിപ്പിച്ചിരുന്നു. എന്തു മറുപടി? നമുക്ക് ശ്രീ ശരത്തെ, രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് രീതിയിൽ പ്രതികരിക്കുന്നത് വലിയ കാര്യമുള്ളതൊന്നുമല്ല. രമേശ് പിഷാരയുടെ ആ ഒരു കൃത്യമായി ഉത്തരം നൽകുന്ന ശൈലി പാലക്കാട്ടുകാർക്കും പൊതുവെ കേരളീയർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇന്ന് അവിടെ ഈ വീഡിയോ ചിത്രീകരിച്ചത് കോൺഗ്രസ്സുകാരാണ്, CPMകാരല്ല. കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ചാണ് രമേശ് പിഷാരടി പറഞ്ഞത്. അപ്പോൾ അതിൽ നിങ്ങൾ വേറെ ഒന്നും മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. എനിക്ക് ഒന്നുകൂടി പറഞ്ഞു തരാമോ? അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവൃത്തിയാണ്, ഇതിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ വിലക്കാണ് കാര്യത്തിലുള്ള അതും മനസ്സിലായില്ല. എൻ ശ്രീകുമാർ ആ പറഞ്ഞ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതും വ്യക്തമല്ല. ഒന്നുകൂടി. അല്ല, നിങ്ങൾക്ക് വ്യക്തമാവില്ല, കാരണം നിങ്ങൾ കൈരളി ചാനലല്ലേ. ഞാൻ പറഞ്ഞത് ആ വീഡിയോ ആ പണം കൊടുക്കുന്ന ആ BJPയുടെ ഇന്നത്തെ ആ വിവാദമായ ചിത്രീകരണം നടത്തിയത് കോൺഗ്രസ്സുകാരാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഉത്തരവാദിത്വത്തോടെ അദ്ദേഹത്തിന് കുറച്ചുകൂടി പറയാമല്ലോ. ശ്രീകുമാർ, അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടി താങ്കൾ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വത്തോടെ വിമർശിക്കാം, അതിനെ അപലപിക്കാം, ശക്തമായി പ്രതിഷേധിക്കാം, ഇതിന് പാലക്കാടൻ ജനത മറുപടി പറയാം, എന്തെല്ലാം പറയാം. പക്ഷെ അതൊന്നും പറയാതെ അദ്ദേഹം പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ ദുർബലനായ സ്ഥാനാർത്ഥി എന്നാണ് ശിവപ്രസാദ് ആ രാഷ്ട്രീയമായി അതിനെക്കുറിച്ച് പറഞ്ഞത്. ആയിക്കോട്ടെ, നിങ്ങളങ്ങനെ പറഞ്ഞോളൂ, ദുർബലനാഥ് പറഞ്ഞോളൂ. രമേശ് പിഷാരടി പറഞ്ഞത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രമേശ് പിഷാരടി പറഞ്ഞത് ശരിയാണെന്ന് കോൺഗ്രസും വിശ്വസിക്കുന്നു, അത് ശരിയായില്ലെന്ന് CPM വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാൻ അതിൽ എന്തുണ്ട്? CPM വിശ്വസിച്ചോളൂ. CPM ഒക്കെ വിടൂന്നേ. എന്ത് CPM? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പിഷാരടി പറഞ്ഞതിൽ ഇഷ്ടപ്പെടാനുള്ള എന്തുണ്ട്? എനിക്ക് മനസ്സിലായി. രമേശ് പിഷാരടിയുടെ അഭിപ്രായം ചർച്ച ചെയ്യാനല്ലല്ലോ എന്നോട് വിളിച്ചത്. ഇന്നത്തെ LDF UDF ഭരണ നേട്ടങ്ങളും കോട്ടകളും ഉണ്ട്, അതിന്റെ ഭാഗമാണ്. നിങ്ങളുടെ അജണ്ട എന്നോട് വേണ്ട. അല്ലല്ലേ, എന്താണത്? അല്ലല്ല, അതിന്റെ ഭാഗമല്ല. ഇതൊരു സാറിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിട്ടേക്കാം. താങ്കൾക്ക് പോലും അത് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഉത്തരം ഞാൻ എങ്ങനെ പറയാം? എനിക്ക് വേണ്ടി ഉത്തരം പറയണ്ട, എന്റെ ഉത്തരവും പറയണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പിഷാരടി ഇന്ന് അവിടെ കാഴ്ചവെച്ച ആ രീതി താങ്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പക്ഷേ പരസ്യമായി പറയാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അത് ന്യായമാണ്. ശരത്തെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞോളൂ. അത് ഞാൻ പറയാണ്. അമ്മാതിരി കമന്റ് എങ്കിൽ താങ്കളത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിഷാരടിയുടെ പിഷാരടിയുടെ നിലപാട് ശരിയാണെന്ന് കോൺഗ്രസും ജനങ്ങളും വിശ്വസിക്കുന്നു. CPMും കൈരളിയും അത് വിശ്വസിക്കണ്ട. കഴിഞ്ഞു.
അത്ര ഉള്ള എൻ്റെ ശിവപ്രസാദ് അതൊന്ന് ക്ലിയർ ചെയ്യണമല്ലോ. ശിവപ്രസാദിന് ബോധ്യപ്പെട്ടോ അദ്ദേഹത്തിന്റെ ആ വിഷയം? എന്റെ കെയർ ഓഫിൽ നിങ്ങൾ ഒരു മിനിറ്റ് എന്റെ കെയർ ഓഫിൽ നിങ്ങൾ അജണ്ട വേണ്ട. ഇന്നത്തെ ഒരു സംഭവം നമ്മൾ ആരെങ്കിലും ആണോ പണം കൊടുത്തത്? എന്താണ് ഈ പറയുന്നത്? അല്ല നിങ്ങൾ കൈരളിയല്ലേ, ഇത് സതീശന്റെ വർത്താനാണ്, ഇത് സതീശന്റെ വർത്താനാണ്. ചോദിക്കും സാർ, എന്താ സംശയം? എന്താണ് സംശയം? ചോദിക്കും, താങ്കളോടും ചോദിക്കും, സതീശനോടും ചോദിക്കും. ചോദിച്ചോ, ചോദിക്കേണ്ട ചോദ്യമാവണം. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെയാണോ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ വീണ്ടും ചോദിക്കുന്നു. രമേഷ് പിഷാരടി എന്ന് പറയുന്ന പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ BJPയുടെ തെറ്റായ തെരഞ്ഞെടുപ്പ് രീതിക്കെതിരെ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഒഴിഞ്ഞു മാറി പോവുകയല്ലേ ചെയ്തത്? ഇതാണ് എൻ്റെ ചോദ്യം. അത് ശരിയായോ? നോക്കൂ ശരത്തെ, ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പറയൂ. പിഷാരടി പറഞ്ഞാൽ തെറ്റാണെന്ന് ഞാൻ പറയണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ പറയാം, അല്ല അദ്ദേഹത്തെ ന്യായീകരിക്കണമെങ്കിൽ താങ്കൾക്ക് തോന്നുന്നു പറഞ്ഞാൽ മതി. താങ്കൾക്ക് എന്റെ ബോധ്യം അത് തെറ്റാണെന്നാണ്. എന്റെ ബോധ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ, വിശേഷിച്ചൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ BJP ചെയ്തത് അങ്ങേയറ്റത്തെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ പാലക്കാട്ട് പ്രതീക്ഷിച്ചത്. മിനിമം ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ. കക്ഷി രാഷ്ട്രീയം വിടൂ ശ്രീ N. ശ്രീകുമാർ. നിങ്ങൾ വലിയ കക്ഷി രാഷ്ട്രീയം വിട്ടൊന്നും പുണ്യാളൊന്നും ആരും ആവണ്ട. പാലക്കാട്ട് BJPയുടെ ആ പരിപാടി പുറത്തു കൊണ്ടുവന്ന കോൺഗ്രസ്, CPM അല്ല. എന്നിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി എടുത്തില്ലല്ലോ. എന്നിട്ട് താങ്കളുടെ സ്ഥാനാർത്ഥി അത് ഏറ്റെടുത്തില്ലല്ലോ. അത് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ അത് വേണ്ടേ? എന്റെ ശരത്തെ, കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, രമേശ് പിഷാരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതുമേ ചുറ്റി നിങ്ങൾ തർക്കിച്ച് സമയം കളയണ്ട. ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം നിങ്ങൾ മനഃപൂർവ്വം എന്നിൽ നിന്ന് മാറ്റുകയാണ്. ഒരു കാര്യമില്ല. ഞാൻ ചർച്ച ചെയ്യാൻ എന്നോട് പറഞ്ഞ വിഷയം അല്ല, അങ്ങനെ ഇത് തെറ്റാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞ അജണ്ട അല്ലല്ല, നിങ്ങൾ എന്നോട് പറഞ്ഞ വിഷയം മാറ്റിയിട്ട് ഒരു പിഷാരടിയിൽ കെട്ടിയിടാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല. നിങ്ങൾ ചർച്ച ചെയ്യൂ. നാളത്തെ വോട്ടെടുപ്പിൽ നിങ്ങൾ എന്നോട് പറഞ്ഞത് കേരളത്തിലെ പൊതു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, അല്ലാണ്ട് പിഷാരയുടെ കാര്യം ചർച്ച ചെയ്യുന്നല്ല പറഞ്ഞത്. പൊതു രാഷ്ട്രീയത്തിൽ അത് വരും, പിഷാരടി വരും. ഞാനത് ഉത്തരം പറഞ്ഞു. പക്ഷെ നിങ്ങൾ എന്നെ ഭയക്കുന്നു. കാരണം എന്താ? ഞാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ LDFന്റെ ഗ്രാഫിൽ നിന്ന് താണു, UDFന്റെ ഗ്രാഫിൽ നിന്ന് ഉയർന്നു എന്ന് ഞാൻ പറഞ്ഞതും, ആ രണ്ട് സംഭാഷണം മന്ത്രിമാരുടെ പുറത്തു പറഞ്ഞതും, അതുപോലെ ഇപ്പൊ ഈ ശ്രീമതി നമ്മുടെ പ്രിയ പറഞ്ഞതിന് എനിക്ക് ഉത്തരം പറയാനുള്ളതും ഒക്കെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്. മൂന്നുപേരും ചർച്ച ചെയ്തോളൂ. ശ്രീകുമാർ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. നോക്കൂ, ഒരു നിമിഷം ഒന്ന് ക്ഷമിക്കൂ. അത് വേണ്ട, ആ പണി വേണ്ട. അത് വേണ്ട. നടത്തണ്ട. ഇന്ന് വോട്ടെടുപ്പിന്റെ തലേന്നാണ്. ഞാൻ തടസ്സപ്പെടുത്തിയല്ല. നിങ്ങൾക്ക് UDF തമ്മിലുള്ള മത്സരം. നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറഞ്ഞതെല്ലാം ഈ ചർച്ചയ്ക്കകത്തുണ്ട്. ഈ പറഞ്ഞതെല്ലാം ഈ വിഷയമാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ജനവിധിയിൽ പ്രതിഫലിക്കുന്ന വിഷയങ്ങളാണ്. ഉണ്ട് അതടക്കമുണ്ട്. ഞാൻ പ്രിയയോടും പറഞ്ഞല്ലോ നമുക്ക് അതിലേക്ക് വരാം എന്ന്. പ്രിയയോടും ഞാൻ പറഞ്ഞു നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ശിവപ്രസാദിനോട് ചോദിച്ചോളാം. താങ്കളുടെ കെയർ ഓഫ് ഒന്നും വേണ്ടതിന്, എനിക്ക് ശ്രീകുമാറിന്റെ കെയർ ഓഫും വേണ്ടതിന് താങ്കൾ പറയാനുള്ള പൂർത്തിയാക്കിക്കോളൂ. താങ്കളുടെ ഈ ഘട്ടത്തിൽ, ഈ ഊഴത്തിൽ പറയാനുള്ളത് പറഞ്ഞു തീർക്കൂ. അതെ, അല്ല, അത് ഞാൻ പറഞ്ഞത്. നമ്മളുടെ വിഷയം ഇന്ന് നാളത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന്റെ തലേന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് LDF UDF തമ്മിലുള്ള നേട്ടങ്ങളും അവരുടെ നയങ്ങളും പരിപാടികളും പ്രകടന പത്രികകളും UDFന്റെ ചില ഗ്യാരണ്ടികളും LDFന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും ഒക്കെയാണ് ചർച്ച ചെയ്യാന്നുള്ളതാണ് എന്നോട് പറഞ്ഞ കാര്യം പൊതുവായിട്ട്. പക്ഷെ നിങ്ങൾ ഇന്നൊരു പിഷാരടിയുടെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂന്നുപേരുടെ ചർച്ച ചെയ്ത് എന്നെ ഒഴിവാക്കിക്കൊള്ളാൻ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നതാണെങ്കിൽ ഞാൻ രാഷ്ട്രീയ പറയുള്ളൂ, ഞാൻ മറ്റേ പ്രകടന പത്രിക വെച്ചിട്ടേ പറയുള്ളൂ, പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചിട്ടേ പറയുള്ളൂ. അത് കേൾക്കാൻ ശരത്ത് സന്നദ്ധനാണെങ്കിൽ എൻ്റെ ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകാം. ശരി, ഇനി താങ്കൾ അത് ക്ലിയർ ചെയ്തു. എഡിറ്റോറിയലിൽ എനിക്കൊരു വിശദീകരണം പ്രേക്ഷകർക്ക് മുമ്പാകെ കൊടുക്കാനുണ്ട്. ഞാൻ ഈ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ അശ്ലീല കാഴ്ച ഈ തെരഞ്ഞെടുപ്പിലെ വളരെ ഗൗരവമുള്ള ഒന്നാണ്. അത് തുടക്കത്തിൽ സൂചിപ്പിച്ചും ചർച്ച ചെയ്തും മറ്റു വിഷയങ്ങളിലേക്ക് പോകാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് 2021 നമ്മുടെ ജീവിതാനുഭവം ജനവിധിയിൽ പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷത ഇക്കുറിയുമുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം?
ഈ പറഞ്ഞ വോട്ടിന് നോട്ട് മാത്രമാണോ? അല്ല. വിഷയങ്ങൾ, വികസനം, ക്ഷേമം, അതിൻ്റെ ബദൽ കാഴ്ചപ്പാടുകൾ, അതിലെ യോജിപ്പും വിയോജിപ്പും വിമർശനവും ഇതെല്ലാം കടന്നു വരുന്ന വാചകമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. വർഗീയ വിരുദ്ധ മതനിരപേക്ഷ കേരളത്തിൻ്റെ വളർച്ചയും വികാസവും ഒരു വശത്തും നുണയും വിവാദവും സുതാര്യമല്ലാത്ത സാമ്പത്തിക ഇടപാടുകളും മറുവശത്തും എന്ന് വെച്ചാൽ ഈ കാലത്ത് താങ്കൾ പറഞ്ഞ പോലെ തന്നെയുള്ള വിഷയങ്ങളാണ് കടന്നു വരുന്നത് എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ പാലക്കാട്ടേതുപോലുള്ള സംഭവങ്ങൾ ഇന്ന് കണ്ടത് ഗൗരവമുള്ളതായതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം ആദ്യം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയേറെ തർക്കിച്ചതുകൊണ്ടാണ് ഇത്ര സമയം നീണ്ടുപോയത്. ഇനി ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും താങ്കളുടെ മുമ്പിലേക്കില്ല.